ഇന്ന് ആകെ വഴി തെറ്റിയിട്ടാ, എങ്ങോട്ടേക്കോ വഴി തെറ്റി പോയിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ് കേട്ടോ. കാരണം ഫുള്ള് വിജനമായ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ വിജനമായ സ്ഥലത്തിൽ കൂടെ പോകുന്ന സമയത്താണ് ഒരു ടൗണിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ടിഷ്യൂ, വെറ്റ് വൈപ്സ് കാര്യങ്ങൾ, കാരണം എപ്പോഴും കുളിക്കാൻ പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ അത് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ പറയണത്, നീ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് സൈക്കിൾ ഓട്ടി വന്നതാണോ, എനിക്ക് ഒരു മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പറയണത്, നീ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നുള്ള ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തോ, ഞങ്ങളുടെ ഒരു സ്നേഹത്തിൻ്റെ ഇതായിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അവരൊരു ചാക്ക് സാധനങ്ങൾ എനിക്ക് തന്നു കേട്ടോ. എനിക്കാണെങ്കിൽ സൈക്കിൾ ചവിട്ടാനും കൂടിയും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയാ സാധനങ്ങൾ തന്നതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാതെ ആയപ്പോഴാണ് ഈ പിള്ളേരെ ഞാൻ കണ്ടുമുട്ടിയത് കേട്ടോ. പിള്ളേർ പറഞ്ഞു, ഇവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, ചേട്ടൻ പാൻറ് ഇടാണെങ്കിൽ ഞാൻ ഉള്ളിലേക്ക് കയറ്റി തരാമെന്ന്. ആയിക്കോട്ടെ മക്കളെ, എനിക്കാണെങ്കിൽ സൈക്കിൾ ചവിട്ടാനും കൂടി പറ്റുന്നില്ല, ഇത്ര പേർക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ കിട്ടിയ കാരണം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പാൻറ് ഇട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സാധനങ്ങളിൽ നിന്ന് ഒരു സാധനം പിള്ളേർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു വിട്ടാൽ അവർ, ഞാൻ എന്തായാലും ഇതൊക്കെ ഫുള്ളൊന്നും കഴിക്കാൻ പോകണില്ല. അങ്ങനെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. അവർ ഹാപ്പി ആക്കി. ഞാൻ ഗുരുദ്വാരയിൽ ആരൊക്കെ കാണേണ്ടി വന്നു കേട്ടോ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് സൈക്കിൾ ഓട്ടി വന്നതാണ്. പിള്ളേർക്ക് അപ്പോഴും എൻ്റെ സൈക്കിളിലാണ് കേട്ടോ കൗതുകം. ഞാൻ പറഞ്ഞു ഇത് ബഡ്ജറ്റായിട്ട് കേരളത്തിൽ കിട്ടുന്ന ഒരു സൈക്കിളാണ് മക്കളെ, ടോഡ് എന്ന് പറഞ്ഞൊരു സൈക്കിളാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർ സംഭവം ഹാപ്പിയായി. സൈക്കിളൊക്കെ ഓടിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അവർക്ക്. അങ്ങനെ അവസാനം അവരോട് എല്ലാവരും സംസാരിച്ച് ഗുരുദ്വാരയിൽ എനിക്കൊരു റൂം തന്നു കേട്ടോ. അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും റൂമില്ല, അവരൊരു വലിയൊരു സ്ഥലത്താണ് അവിടെ കിടക്കാൻ സമ്മതിക്കാറ്. പക്ഷേ ഞാൻ കേരളത്തിൽ നിന്ന് സൈക്കിളും ചവിട്ടി ഇങ്ങനെയൊക്കെ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു കൗതുകം തോന്നിയിട്ട് അവർ എനിക്കൊരു റൂം തന്നു കേട്ടോ. റൂമിലെത്തിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്ന ചാക്ക് പൊളിച്ച് നോക്കിയപ്പോഴാണ് കുറേ ചിപ്സിൻ്റെ പാക്കറ്റും അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ പാക്കറ്റും കുറേ 7up, കൊക്കക്കോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. 2 ലിറ്ററിൻ്റെയൊക്കെ ആയിരുന്നു അവർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഒരാളെ ഇങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കുക. ഭാഗ്യം ഞാൻ ആ പിള്ളേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു കേട്ടോ. അതെങ്കിലും കുടിക്കേണ്ടത് തീർന്നു. ഇതും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. ഇത് മുഴുവനൊന്നും എന്തായാലും കഴിക്കാൻ പറ്റില്ല, കാരണം ചിലപ്പോൾ ഞാൻ തന്നെ കഴിക്കും, അത് വേറെ കാര്യം. അങ്ങനെ ഞാൻ റൂമിൽ എല്ലാ സാധനങ്ങളും അസംബിൾ ചെയ്തു. ഒന്ന് ഫ്രഷായി. സൈക്കിളും കാര്യങ്ങളൊക്കെ പുറത്ത് തന്നെ വെച്ചു കേട്ടോ. റൂമിൻ്റെ ഉള്ളിൽ തന്നെ പുറത്ത് തന്നെ വെച്ചു. എല്ലാം സേഫാക്കി. ഇന്ന് ഗുരുദ്വാരയിലാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ വ്ളോഗ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ